മൈവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടത്താൻ സാധിക്കുമോ? സോഷ്യൽ മീഡിയയിൽ 3ഓളം വീഡിയോകൾ കടന്നു വന്നിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. അങ്ങനെ ഈ 3 വീഡിയോയും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമാനമായിട്ടുള്ള, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മിഷന് സമാനമായിട്ടുള്ള ഒരു EVM അവർ രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ EVMൽ എന്തൊക്കെ തിരിമറികൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് വ്യക്തമായി അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ നവമാധ്യമങ്ങളിൽ അവരുടെ ദൃശ്യം, അവരുടെ രൂപമടക്കമുള്ള ദൃശ്യം അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യമുള്ളത് ഹിന്ദിയിലാണ്. ഏകദേശം അതിൻ്റെ ഒരു മലയാളം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സമാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ഉപയോഗിക്കുന്ന സമാനമായിട്ടുള്ള EVM മിഷനുകളിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ഉപയോഗിക്കുന്ന EVM മിഷനുകളൊക്കെ നേരെ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ അത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു മോക്ക് ടെസ്റ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം VVPAT-ൽ കാണാൻ വേണ്ടി സാധിക്കും. യാതൊരു സംശയവും നമുക്ക് തോന്നില്ല. ഇതേ രീതി തന്നെ ആയിരിക്കും തിരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. അതായത് നമ്മൾ അവിടെ ആർക്കാണോ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അയാളുടെ ചിഹ്നം തന്നെയായിരിക്കും VVPAT-ൽ കാണാൻ വേണ്ടി സാധിക്കുന്നതെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ EVM മിഷനുകൾ, വോട്ടിംഗ് മിഷനുകൾ സ്ട്രോങ് റൂമിലെത്തിയതിന് ശേഷം, അതായത് പവർ ഓഫ് ചെയ്തിട്ട് സ്ട്രോങ് റൂമിലെത്തിയതിന് ശേഷം പിന്നീട് പവർ ഓൺ ചെയ്യുമ്പോൾ നമ്മളിട്ട വോട്ടുകളൊക്കെ എത്തിപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണോ ആ EVM മിഷനുകളിൽ ഘടനകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണോ ആ സ്ഥാനാർത്ഥിക്ക് വോട്ടെത്തുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് ആ 2-3 വീഡിയോകളിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നേരത്തെ പറഞ്ഞിട്ടുണ്ട് EVM മിഷനുകളിൽ അട്ടിമറി നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ അന്ന് ഈ വിഷയം തെളിയിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടുമില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് EVM മിഷനുകളിൽ വളരെ സിമ്പിളായിട്ട്, ലഘുവായിട്ട്, അതായത് ഒരു പ്രയാസവുമില്ലാതെ EVM മിഷനുകളിൽ അട്ടിമറി നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഈ അട്ടിമറി ഉപയോഗിച്ചിട്ടാണ് നിലവിൽ BJP അധികാരത്തിലെത്തിയത് എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന വാദവും. അത് മാത്രമല്ല, ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ വെച്ച് നിയമസഭയിൽ വലിയ രീതിയിൽ അവതരിപ്പിച്ച ഒരു വിവരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് EVM മിഷനുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആം ആദ്മി ഡൽഹിയിലെ നിയമസഭയിൽ വലിയ രീതിയിൽ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ആർക്കും അന്ന് തള്ളിക്കളയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ ആരും മുന്നോട്ട് വരാത്തത് ഇനി ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അഭാവം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി നേരിടുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. എന്നാൽ പോലും ഈ 3 ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.